ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് പിന്നെ ഫുൾ ലൈവ് ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് ചാർട്ടിലേക്ക് കയറാം. ഒരുപാട് ഡീറ്റെയിലേക്ക് കയറുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ ട്രംപ് താരിഫിൻ്റെ ഒരു സിറ്റുവേഷൻ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അത് ഈ റഷ്യ യു എസ് ഒരു കൂടിക്കാഴ്ച വരുന്നുണ്ട് എന്നും റഷ്യക്ക് അവിടെ സംസാരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ കിട്ടുകയും അത് ഇന്ത്യക്ക് അനുകൂലമാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒരു മൈൻഡ് സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ അത് നമുക്ക് പോസിറ്റീവ് ആവും എന്നുള്ളൊരു കാഴ്ചപ്പാട് കൂടെ അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇന്നലത്തെ ചാർട്ട് നമ്മൾ നേരത്തെ പറയാറുണ്ടല്ലേ, നമ്മുടെ 24,440 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈനാണെന്നും അതിൻ്റെ താഴെ പൊയ്ക്കഴിഞ്ഞാൽ നമ്മൾ പിടുത്തം വിടും എന്നും ഞാൻ സ്ഥിരമായിട്ട് പറയാറുണ്ടല്ലേ. ഈ ഒരു ഏരിയ ഇതേ കാണുന്നുണ്ടോ, ഇതേ ഇവിടെ നിന്ന് ബൗൺസ് ചെയ്തു തിരിച്ചു പോയി, ഇതേ ഇവിടെ ഇതിൻ്റെ താഴെ വരാൻ മാക്സിമം ശ്രമിക്കാറില്ല. ഇത് ഇവിടെ ഒരിക്കൽ വന്ന് അതുപോലെ തിരിച്ച് അത് വന്നതല്ല, അത് ബ്രേക്ക് ഔട്ട് ചെയ്ത് കയറിപ്പോയതാണ്. തിരിച്ച് ഇവിടെ വന്നപ്പോൾ ഈ ഒരു ഏരിയയിൽ വന്നപ്പോൾ വീണ്ടും ഈ ഒരു ഏരിയ കിട്ടിയപ്പോൾ ബൗൺസ് ചെയ്യുന്നതാണ്, വീണ്ടും അതേ ഏരിയയിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും സേഫ് എന്ന് പറയുന്നത് 24,600 മേളിൽ നിൽക്കുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 24,500 മേളിൽ നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 24,500 മേളിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു വീക്ക്നെസ് വന്നു, വീക്ക്നെസ്സിന് റിക്കവറിയും വന്നു. ഈ ഒരു സിറ്റുവേഷൻ ഒരു റിക്കവറി വരാനുള്ള സാധ്യതയൊന്നും അവിടെ ഇല്ലായിരുന്നു. ഇങ്ങനെ ഒരു ട്രംപും ബാക്കി റഷ്യയും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയുടെ സംഭവം വന്നതോടുകൂടി കാര്യങ്ങൾ പെട്ടെന്ന് മാറി, പെട്ടെന്നുള്ളൊരു ഷോർട്ട് കവറിങ് റാലി കിട്ടി. ഓക്കെ, അപ്പോൾ ഇന്നലെ നമ്മുടെ മാർക്കറ്റിനുള്ളിൽ നമ്മുടെ ഗ്രൂപ്പിനകത്ത് നോക്കിയാൽ അറിയാം, നമ്മൾ രണ്ട് അനാലിസിസാണ് ഇട്ടിരുന്നത്. ഒന്ന്, ഇതൊരു ട്രയാങ്കിളാണ്, ഇതിൻ്റെ ലോവർ സൈഡ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വീഴും എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ഒരു 480 ശേഷം ഒരു ട്രേഡിനായിരുന്നു അവിടെ പ്ലാൻ ചെയ്തത്. ഞാൻ ഓൾറെഡി 500 താഴെ വന്നപ്പോൾ തന്നെ ഞാനും ഈ ക്യാൻഡലിൽ തന്നെ ഓൾറെഡി ഷോർട്ട് ചെയ്തു. 2-3 ട്രേഡായിട്ട് അവിടെ ഓൾറെഡി എൻ്റെ ട്രേഡ് ഫിനിഷ് ആയിപ്പോയി. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് വന്നു, സൈഡ് വേസ് പോയി, എക്സ്പയറിയുടെ സൈഡ് വേസ് ഇത്ര വരെ എക്സ്പെക്റ്റഡ് ആയിരുന്നു. ഈ ഒരു വീഴ്ച പിന്നീട് എക്സ്ട്രാ വന്നതാണ്. ആ വന്നതിന് ശേഷം തിരിച്ച് അതിഭീകരമായി മാർക്കറ്റ് കയറി. എവിടെ നിന്നാണ് അത് തിരിച്ച് റീടെസ്റ്റ് ചെയ്തതെന്നുള്ളത് വേറൊന്നും പറയാനില്ല. ആ ഒരൊറ്റ ട്രെൻഡ് ലൈന് മാത്രം മതി ഈ ഒരു നമ്പറിൻ്റെ എഫക്റ്റ് എന്താണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഒറ്റ കാര്യമായിരുന്നു, ഒരു ബെയറിഷായിരുന്നു. ഗ്രൂപ്പിനകത്ത് എല്ലാ ടൈമിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, ഇതൊരു ട്രെൻഡ് ലൈനാണ്, ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്കോ ഇല്ലെങ്കിൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു, ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ. അപ്പോൾ ഇന്നലെ ഇടുന്ന ഫസ്റ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രേഡ് കിട്ടുമെന്നുള്ളതായിരുന്നു. ആ ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നു. തിരിച്ച് ഈ ട്രെൻഡ് ലൈനിൻ്റെ ഹയർ സൈഡ് ബ്രേക്ക് ചെയ്തപ്പോഴും അതിനകത്തൊരു ട്രേഡ് ഉണ്ടായിരുന്നു, അത് കയറിപ്പോയി. അതിൻ്റെ ടാർഗറ്റ് 24,400, ഇത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 400 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 500 ടാർഗറ്റ് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ടാർഗറ്റ് അത് ആക്ച്വലി ഞാൻ ഒരിക്കലും അത് നിങ്ങൾ എടുത്തോ എന്നൊരിക്കലും പറയത്തില്ല. ഒന്ന് എക്സ്പയറി ആണ്, രണ്ടാമത്തത് ഞാൻ റെക്കമെൻഡേഷൻ ചെയ്യാനൊരു വ്യക്തിയല്ല. നമുക്ക് എക്സ്പയറിയിൽ ട്രേഡ് ചെയ്യുന്നത് എൻ്റെ എക്സ്പീരിയൻസ് ചിലപ്പോൾ 6-7 വർഷമായിരിക്കാം. വേറൊരാൾ വന്നിട്ട് 3 മാസത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് എക്സ്പയറി എന്താണെന്നോ അതിൻ്റെ ഭീകരത എന്താണെന്നോ അറിയത്തില്ലായിരിക്കും. സോ ഒരിക്കലും റെക്കമെൻഡേഷൻ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അത് കാണുമ്പോൾ കൊള്ളാമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് അത് നിങ്ങളുടേതായ സിറ്റുവേഷനിലേക്ക് എടുക്കാം, ഇല്ലെങ്കിൽ എടുക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് കണ്ട് പോവുക. അപ്പോൾ ഇന്നത്തെ ഡേ ഹൈ വരെ അതിന് ടാർഗറ്റ് ഉണ്ടായിരുന്നു. ആ ഡേ ഹൈ ഇതുവരെ എൻ്റെ മനസ്സിനകത്തും ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അത് വീണ്ടും കയറി. നമ്മുടെ 24,600 ഫൈനൽ ടാർഗറ്റ് ആയിരുന്നു, മനസ്സിനുള്ളിലുണ്ടായിരുന്നു. ഒരു 550 to 600 ഇസ് ടാർഗറ്റ് എന്ന് ഞാൻ വേറൊരാൾക്ക് പറഞ്ഞു, ഗ്രൂപ്പിനകത്ത് പറഞ്ഞിട്ടില്ല. സോ അത് ഹിറ്റ് ചെയ്തു, ഞാനത് പിന്നെ വിട്ടുപോവുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സിറ്റുവേഷനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇന്നത്തെ സിറ്റുവേഷനിൽ മാർക്കറ്റ് ഈ ഒരു ഏരിയ കണ്ടോ, ഈ ഒരു ബോക്സ് ഏരിയ എന്ന് പറയുന്നത് മാർക്കറ്റിൽ കുറേ സമയമായിട്ട് നിൽക്കുന്ന ഒരു ഏരിയയാണ്. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 660 അതിൻ്റെ ലെവല്, പക്ഷേ കുറച്ച് ദിവസമായിട്ട് അതിന് മുകളിലേക്ക് അത് പോകുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ 660 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 720 മുതൽ 730 വരെ പോകാൻ സാധ്യതയുണ്ട്. അതിനുശേഷം 24,800, അതായത് അതേ പാറ്റേൺ തന്നെയാണ് ഇത്. ഈ ഒരു ഏരിയയിൽ നിന്നിട്ട് പക്ഷെ ഒന്ന് ചെറുതായിട്ട് താഴേക്ക് വീഴുന്നു. ഇവിടെ നിന്ന് ഇത് ബ്രേക്ക് ചെയ്ത് കയറും എന്ന് എക്സ്പെക്റ്റ് ചെയ്ത അതേ സംഭവം തന്നെയാണ്. ഈ ഒരു ഏരിയയിൽ നമുക്ക് ഇവിടെ നിന്നിട്ട് ഇത് പതുക്കെ ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞ് അത് കയറിപ്പോകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്.
വലിയൊരു സെൽ ഓഫ് വന്ന് നമ്മൾ ഇതിൻ്റെ താഴേക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ 24,500 താഴേക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ചിന്തിക്കാം. അപ്പോൾ ഞാനിവിടെ പറയുന്നതെല്ലാം എൻ്റെ മനസ്സിനകത്ത് ഞാൻ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഐഡിയാസാണ്. ഇത് കൃത്യമായി ഞാൻ എസ് വെച്ചിട്ട് മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരിക്കലും ഞാൻ വേറൊരാൾക്ക് അത് റെക്കമെൻഡേഷൻ ചെയ്യുന്ന കാര്യങ്ങളല്ല. ഓക്കെ, ഈ ഐഡിയ കാണുമ്പോൾ നിങ്ങൾക്കും ഒരു ഐഡിയ കിട്ടും. ഓക്കെ, മാർക്കറ്റ് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്കും അതിലൊരു ബെറ്റർ എഡ്ജ് കിട്ടും എന്നുള്ളത് കൊണ്ട് അത് അവിടെ പറഞ്ഞു തരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. മാർക്കറ്റിൽ ഗുഡാണ്. ഈ ഒരു ട്രെൻഡ് ലൈൻ അവിടെ കിടപ്പുണ്ട്. ട്രെൻഡ് ലൈൻ നമ്മൾ തൽക്കാലം ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതിന് അടുത്ത ലെവൽസാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. അപ്പോൾ സ്വിംഗ് ട്രേഡിങ്ങിന് അനുകൂലമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഡേ ക്ലോസ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്കത് സ്വിംഗ് ട്രേഡിങ്ങിന് അനുകൂലമായോ എന്ന് പറയാം. അറ്റ്ലീസ്റ്റ് 24,800 ആണ് എൻ്റെ മനസ്സിനകത്ത്. 25,100 മേളിലാണ് സേഫായിട്ടുള്ള ഒരു ഇൻവെസ്റ്ററിൻ്റെ സമയം എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം, 1-2 സ്റ്റോക്കായിട്ട് പതുക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. അതിൽ ഹീറോ മോട്ടോർ കോർപ്പ് കിടപ്പുണ്ട്. അപ്പോൾ ഗ്രൂപ്പിനകത്ത് ഇന്നലെ 2 സ്റ്റോക്കിനെ കുറിച്ചിട്ടുള്ള അനാലിസിസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് ക്രൂഡ് ഓയിലിലേക്ക് പോകാം. ക്രൂഡ് ഓയിൽ നമ്മൾ ഇന്നലത്തെ ഈ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് കണ്ട ഏതൊരു മനുഷ്യനും അറിയാം ക്രൂഡ് ഓയിലിൻ്റെ ടാർഗറ്റ് 5,600 പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5,600 ഓൺ ലോവർ സൈഡ്, അപ്പർ സൈഡിൽ 5,880 ആയിരുന്നു. ആ പരിസരത്തോട്ടേ പോയിട്ടില്ല. നമ്മുടെ അനുകൂലമായിട്ടുള്ള ഒരു ട്രേഡ് മാത്രം, ഒറ്റ സൈഡിലത്തേക്കുള്ള ഒരു ട്രേഡ് മാത്രം. ഇപ്പോൾ ഇതൊരു ഫാളിംഗ് വെഡ്ജ് എന്നുള്ളൊരു സംഭവത്തിൽ നിൽക്കുന്നത്. അതായത് ഇവിടെ നിന്ന് ചിലപ്പോൾ ബൗൺസ് ചെയ്തേക്കാം. സപ്പോർട്ടും കൂടാണ് 5,600 എന്ന് പറയുന്നത്. സോ ഇതൊന്ന് വാച്ച് ചെയ്ത് വയ്ക്കുക. ചിലപ്പോൾ ഒരു ബൗൺസിങ് വന്നേക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത പെട്ടെന്ന് ഞാൻ പോകുന്നതാണ്. ഓൾറെഡി 6 മിനിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2 സ്റ്റോക്കിൻ്റെ അനാലിസിസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹീറോ മോട്ടോർ കോർപ്പ്, TVS. ഓക്കെ, ഹീറോ മോട്ടോർ കോർപ്പിൻ്റെ എൻ്റെ കയ്യിൽ പൊസിഷൻ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 4,400 റേഞ്ചിൽ അല്ല, അതെ 4,200 4,400 റേഞ്ചിൽ എൻ്റെ കയ്യിലും ഉണ്ടാവണം പൊസിഷൻ. കുറച്ച് ക്വാണ്ടിറ്റി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഡിപ്പിൽ വന്നപ്പോൾ. ഓക്കെ, അതെ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ തന്നെ ആയിരിക്കും. കാരണം ഈ ഒരു കയറ്റത്തിന് മുന്നത്തെ ഒരു 2-3 ദിവസമായി ഞാൻ മേടിച്ചിട്ടിട്ട്. അപ്പോൾ അറൗണ്ട് 4,200 4,250 അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. കുറച്ച് ക്വാണ്ടിറ്റി എൻ്റെ കയ്യിലുള്ളൂ. ഒരു 4 ക്വാണ്ടിറ്റി എങ്ങാണ്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഫർദർ ആഡ് ചെയ്യാം. ഈ ഒരു ലെവലിന് മേളിൽ കയറിയിട്ട് നമുക്ക് ഫർദർ ആഡ് ചെയ്യാം. അതിനെക്കുറിച്ച് ഞാൻ വീണ്ടും അപ്ഡേറ്റ് ചെയ്യാം. ഈ ഒരു ലെവലൊരു സ്റ്റാഗ്നൻ്റ് ആണ്. ഇതൊരു ഇങ്ങനെ നിൽക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അതിനകത്ത് വേറൊരാൾക്ക് അത് റെക്കമെൻഡേഷൻ ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരു ഡബിൾ ബോട്ടം ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ചെറുതായിട്ട് മേടിച്ച് വെച്ചു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് വരും ദിവസങ്ങളിൽ അതൊരു എൻട്രി ആയിട്ട് വരാം. 4,600 മുകളിൽ അതൊരു എൻട്രി ഉണ്ട്. ഞാൻ പറയാം, എന്തായാലും ബ്രേക്കൗട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ഒരു ലെവലിലൂടെ നോക്കിയിട്ട് ഇന്നത്തെ നിഫ്റ്റിയുടെ ലെവലിലൂടെ നോക്കിയിട്ട് നമുക്കത് പറയാം. ഓക്കെ, അപ്പോൾ ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഹോൾഡ് ചെയ്യാം. എൻട്രി ആയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രി ആയിട്ടുണ്ട്, എന്നാലും കുറച്ചായിട്ട് ആഡ് ചെയ്യുക. 4,200 ആഡ് ചെയ്തത് നല്ലതാണ്. ലോങ് ടേം ഇൻവെസ്റ്റർ ഒരു 4,000 താഴെ എടുത്തിരിക്കുന്ന വളരെ നല്ലൊരു എൻട്രിയാണ്. അപ്പോൾ ഇപ്പോൾ അത് കറൻ്റ്ലി ഗുഡായിട്ടാണ് ഇരിക്കുന്ന. എൻട്രി എടുക്കാം. എൻട്രി കയ്യിലിരിക്കുന്ന ആൾക്ക് ഡെഫിനറ്റ്ലി ഹോൾഡ് ചെയ്യാം, വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ ചാർട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ അകത്തുള്ള ഫസ്റ്റ് ടാർഗറ്റ് 5,000 ആണ്. പക്ഷേ മാർക്കറ്റ് ബെറ്റർ ആവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി 5,400 റേഞ്ചിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഹീറോ മോട്ടോർ കോർപ്പിൻ്റെ അനാലിസിസ് അത്രയേ ഉള്ളൂ. അടുത്തത് ഓക്കെ, ഇതൊരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു ലെവലിലാണ്. വളരെ നല്ലൊരു സ്റ്റോക്കാണ്. ഓക്കെ, നോർട്ടനെ കൂടെ ഇപ്പോൾ അക്വയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോർട്ടൺ മോട്ടോർസ് എന്ന് പറയുന്നത് ഐ തിങ്ക് UK ബേസ്ഡ് ഒരു കമ്പനിയാണ്. അതല്ല, അയർലൻഡോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അത് നല്ല പേരുള്ള ഒരു കമ്പനിയാണ്. ചിലപ്പോൾ ഇന്ത്യയിലേക്ക് അവരൊരു 400cc വണ്ടി ഇറക്കാൻ സാധ്യതയുണ്ട്. സോ അതൊരു വലിയൊരു ടേൺ അറൗണ്ട് ആയിരിക്കും TVSന്. സോ അതായിരിക്കാം ചിലപ്പോൾ ഒരു ബ്രേക്കൗട്ടിന്. ഇവിടെ ഒരു ഡബിൾ ബോട്ടം കിടപ്പുണ്ട്. എൻട്രി ട്രിഗേർഡ് ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നോക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച കഴിഞ്ഞോട്ടെ, തിങ്കളാഴ്ച ആയിട്ട് നമുക്കിതിനെക്കുറിച്ച് നോക്കുന്നതാണ് നല്ലത്. ഒരിക്കലും ഞാൻ വെള്ളിയാഴ്ച ഒരു പൊസിഷൻ എടുക്കാറില്ല. നല്ല ലെവൽസ് കിട്ടുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഫർദർ ആഡ് ചെയ്ത് കൊണ്ടുപോകാം. ഇവിടെ ഓൾറെഡി പണ്ട് നമ്മളെടുത്ത പൊസിഷൻസ് ഉണ്ട്. ഞാനത് ബുക്ക് ചെയ്ത് പോയി. 2,900 അടുപ്പിച്ചൊക്കെ എത്തിയപ്പോൾ ബുക്ക് ചെയ്ത് പോയി. ഈ ഒരു ലെവൽസ് അന്ന് പഠിപ്പിച്ചു കൊടുത്ത ലെവൽസാണ്. അപ്പോൾ ഇത് തിരിച്ച് ബൗൺസ് ചെയ്തപ്പോൾ ഒരു പൊസിഷൻ എടുത്ത് വെച്ചിരുന്നു, കൊടുത്തു. പിന്നെ കയ്യിലില്ല. നമുക്ക് വേണമെങ്കിൽ എടുക്കാം, വരും ദിവസങ്ങളിൽ നോക്കിയിട്ട് എടുക്കാം. ഓക്കെ, ഇനിയും അതിന് ഫർദർ മൂവ് ഉണ്ട്. 3,600ലേക്കാണത് പോകാൻ പോകുന്നത്. അപ്പോൾ നല്ലൊരു മൊമെൻ്റ് കിടപ്പുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ അനാലിസിസ്. അത്യാവശ്യം വലിയൊരു അനാലിസിസ് ആയിപ്പോയി, പക്ഷേ കുഴപ്പമില്ല, നിങ്ങൾക്ക് യൂസ് ആവും. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ സേഫായിട്ടുള്ള ട്രേഡ്സിൽ മാത്രം കയറിയാൽ മതി. ട്രേഡ് സേഫ്, ടേക്ക് കെയർ.